ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലുണ്ട്. ഇന്ന് ഞാൻ എറണാകുളത്തിന് പോവുകയാണ് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ്. അവിടെ തന്നെ ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോയ സെയിം സിനിമയ്ക്ക് തന്നെയാണ്, ടിക്കറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് ശേഷമുള്ള ഷൂട്ടാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഇപ്പോൾ ഇന്ന് വൈകുന്നേരം കയറുവാണ്. അപ്പം ഇന്ന് വർക്കിന് പോയില്ല എന്ന് പറഞ്ഞാൽ, വർക്കിന് പോയാൽ എനിക്ക് തിരിച്ച് വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് പോകാനുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വർക്കിന് പോയത്. അതുമല്ല, ഇന്ന് വർക്കുമില്ല, മഴയാണ്. തിങ്കളാഴ്ച മുതൽ വർക്ക് തുടങ്ങും എന്നാണ് കോൺട്രാക്ടർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. രാവിലെ സുല പുട്ടുണ്ടാക്കി കേട്ടാ. പുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരുത്തി എന്നത്തെ പോലെ സുല എന്തെല്ലാം ചെയ്യാൻ സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അതെല്ലാം അവള് ചെയ്യുന്നുണ്ട്. അവളെ കൊണ്ടൊക്കുന്നതൊക്കെ അവള് ചെയ്യുന്നുണ്ട്. കമാൻ 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 പാറു, നിന്നെ കൊണ്ട് പറ്റും. ഒന്നുകൂടെ വാ, പെട്ടെന്ന് പെട്ടെന്ന് പറ്റും, നിന്നെ കൊണ്ട് പറ്റും. വാ വാ, അത് തന്നെ വാ. നീ മതി, നീ അതോട്ട് പോകാം. വാ, തിരിച്ചോ 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 തിരിച്ചോ, അതോട്ടോ അതോട്ടോ. വാ 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 വാ, വരട്ട് വരട്ട് വരട്ട്, വണ്ടി വരട്ട് വണ്ടി വരട്ട്. പടിയുണ്ട്, പടി നോക്കിയോ പടി നോക്കിയോ. ആ, കയറി വാ കയറി വാ കയറി വാ. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോവാം. അമ്മച്ചിയുടെ അടുത്തോട്ട് പോവാം. സുല ഇവിടെ പുട്ടുണ്ടാക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെയാ പുട്ട്? പുട്ടിനൊക്കെ അറിയില്ല. അപ്പം ഞാനൊരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ചിരിക്കുന്ന തിന്നത്തില്ല, നമ്മള് തിന്നും. തീയ കത്തിച്ചോണ്ട് പോണോ? എടേ പാറു, വാടേ അമ്മ കറി ഉണ്ടാക്കടേ, വാടേ. അപ്പം ഞാൻ ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എനിക്കിതാ ഉണക്ക പുട്ട് മാത്രം എന്തോ പോലെ. പുട്ട് ഞാൻ എടുത്തതാണ്, കഴിച്ചില്ല. അപ്പൊ ഞാൻ ഗ്രേവി ഉണ്ടാക്കട്ടെ. അപ്പൊ കട്ടൻ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. കട്ടൻ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അടുപ്പൊഴിയപ്പോൾ ഞാൻ ഗ്രേവി ഉണ്ടാക്കാം. എന്ത് ഗ്രേവിയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ചെറിയ സെറ്റപ്പാണേ, കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിതാ ഇത്തിരി പോലെ ഇഞ്ചിയും വെളുത്തുള്ളി അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ രീതിക്കാണ് കേട്ടോ, നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലൊന്നുമല്ല. ഇത്തിരി കറി, ഒരു 2-3 കൂട്ട് ഇതിനായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണം. 2-3 കൂട്ട് ഞാൻ മാത്രമല്ല, എനിക്ക് മാത്രമല്ല 2-3 കൂട്ട്. ഞാൻ ഒരു കുറ്റി കൂട്ടായിരുന്നു, അല്ലെങ്കിൽ 1.5 കുറ്റി കൂട്ട്. അത് മതി. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അതൊന്ന് റെഡിയായി വരട്ടെ. അതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് വെച്ച് കൊടുക്കാന്നല്ല, ഇട്ട് കൊടുക്കാം. സുഹൃത്തുക്കളെ, എൻ്റെ അച്ഛൻ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട്. രുദ്ര തറയിരിക്കാതെ സുലയുടെ ഇടുപ്പിച്ചാടി കയറിയിട്ടുണ്ട്. അവൾക്ക് തറയിരിക്കാൻ വയ്യ. പാറുവേ, നീ എന്താണ് തറയിരിക്കാത്തത്? നീ എന്തുകൊണ്ട് തറയിരിക്കുന്നില്ല? എന്താണ് ബഹളം? ഇത്ര ബഹളം എന്താണ്? എൻ്റെ അയ്യോ, ഇതൊക്കെ കരിഞ്ഞല്ലേ. അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. 1.5 സവോള. കറക്റ്റ് കണക്കൊന്നുമില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ കാട്ടി കിട്ടുന്നതാണ്. ഞാൻ ഇടുന്ന കണക്ക് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഞാൻ സവോള ഇട്ടിട്ടുണ്ട്. ഇനി സവോള ഒന്ന് വരണ്ട് വരട്ടെ കേട്ടാ. വരണ്ട് എന്നാൽ എന്തെങ്കിലും ആവട്ടെ. എന്നാൽ ആ സാധനമായി വരട്ടെ. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ പറയുകയാണ്.
നമ്മുടെ നമ്മളൊക്കെ വർക്ക് ചെയ്ത നീരജ് മാധവ് നായകനാകുന്ന പ്ലൂട്ടോ എന്ന് പറയുന്ന മൂവി അവർ റിലീസിങ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ 30-നാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, എന്നിട്ട് അതിൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നവരെ കണ്ടുപിടിക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താ തുമ്മൽ വരുന്ന തുമ്മിയതാണ്. അപ്പം നമ്മൾ മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ മസാലകളും ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മസിൽ പിടിക്കട്ടെ. അപ്പോൾ ഇത് ഒരു ഇതായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ഗ്രേവി റെഡി ആയിരിക്കുകയാണ്. ഈ ഇതിൻ്റെ വെള്ളം ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്കിത് അടുപ്പിച്ചേക്കാം. വെള്ളം ഒന്ന്, എനിക്ക് തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം കേട്ടോ. വെള്ളം കണക്കത്തെ ഗ്രേവി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം. അപ്പോഴത്തേക്ക് ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഇറക്കാം. നല്ല മണം വരുന്നുണ്ടോ? ഓ, മണം വരുന്നില്ലെങ്കിലും വരുന്നെന്ന് പറയണം. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രേവി. നിങ്ങൾക്ക് കണ്ടിട്ട് കണ്ടിട്ട് ബീഫ് പോലെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഇതും പുട്ടും കൂട്ടിയാണ് ഒരു 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 പിടുത്തം പിടിക്കാൻ പോണം കേട്ടാ. കൂടെ സുലയുണ്ട്. അച്ഛനും അമ്മൂമ്മയൊക്കെ പുട്ട് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കിയത്. ഓക്കെ, ഇത് നമുക്ക് ആദ്യം ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയല്ലോ. ഓക്കെ, ഞാനതാ ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പൊട്ടിച്ചു വെച്ച പുട്ട. അതിലോട്ട് നല്ല ചൂടുള്ള കുറച്ച് ഗ്രേവി എടുത്ത് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുഴച്ച് ചേർത്ത് കുഴച്ചിങ്ങനെ ചേർത്തിട്ട് ഒരു കൊച്ചൊരു ഉരുളയാക്കണം. കൊച്ചൊരു ഉരുളയാക്കിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. എക്സ്പ്രഷൻ ഞാൻ പറയട്ടെ, സോസ് കുറച്ച് കൂടിപ്പോയി. ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ആ ഒരു പുളിപ്പ് കുറച്ച് പൊന്തിക്കുന്നത് അത്രേ ഉള്ളൂ. പക്ഷെ സൂപ്പർ മാത്രം നോക്കിയാ സെറ്റു. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ഗ്രേവി വിജയിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി ഗ്രേവി, സത്യമായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഏയ് കൊള്ളാം. കൂടെ എവിടെ എൻ്റെ അച്ഛൻ എവിടെ? ടെസ്റ്റർ പോയാ? അപ്പോൾ അമ്മ കഴിക്കാം. അപ്പോഴേ മഴ തുടങ്ങി കേട്ടോ. പിന്നെയും മഴ കുട. അപ്പോൾ വർക്കിന് പോയാലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് വർക്കില്ലായിരുന്നു. പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് എനിക്ക് പോവേം വേണം. അവിടെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ വൈകുന്നേരം നനഞ്ഞ് കുളിച്ച് പോവേണ്ടി വരുമോയെന്ന് അറിയത്തില്ല. ചിലർ നോക്കാം. സുല
അടുക്കളയിൽ ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്താ കറി? എന്താ കറി? കണവക്കറിയും കൂട്ടി ചോറും കഴിച്ചിട്ട് പോവാം. തോരത്തിനെ കരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ അവിടെ. പണിയുണ്ട്. ഞാൻ രുദ്രനെ 2 പ്രാവശ്യം ഉറക്കി, കയ്യിൽ ഒരുത്തി ഉറക്കി, കൊണ്ട് കിടത്തും ചാടി എണീക്കും, വീണ്ടും കൊണ്ട് കിടത്തും ചാടി എണീക്കും. ഡേയ്, കയ്യിലിരുന്ന് ഉറങ്ങുന്ന കൊച്ചേ, ഹലോ, എന്താണ് കയ്യിലിരുന്ന് ഉറങ്ങുന്ന കൊച്ചേ, എന്താണ് കയ്യിൽ മാത്രം താങ്കൾ ഇരുന്ന് ഉറങ്ങുന്നത്? കട്ടിൽ കിടന്ന് ഉറങ്ങാത്ത കാര്യം എന്താണ്? പറയൂ, പ്രേക്ഷകരോട് പറയൂ. ഹലോ, ഇങ്ങോട്ട് നോക്കൂ, പറയൂ. കൊണ്ടുപോന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വ്ളോഗ് എഡിറ്റിങ്ങിലാണ് കേട്ടോ. സംഭവം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ ഇൻ്റർനെറ്റ് ഭയങ്കര ശോകമാണ്. അപ്പം ഞാൻ അതിൻ്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഇത്തിരി നേരം കൂടി കിടന്ന് ഉറങ്ങാൻ നോക്കണം. നല്ല ഉറക്കവും വരുന്നുണ്ട്. എനിക്ക് 6 മണിക്കാണ്, അന്നത്തെ പോലെ തന്നെയാണ്, സെയിം രീതിയാണ്. ഗുരുവായൂർ ഇൻ്റർസിറ്റിയിലാണ് പോകുന്നത്. 6 മണിക്ക് വർക്കല വരും. 9:30-10 മണി അടുപ്പിച്ച് എറണാകുളം എത്തും. അപ്പോൾ എറണാകുളത്താണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഫൈനൽ അപ്ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് വരും. എറണാകുളം ആയിരിക്കും. ലൊക്കേഷൻ കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വന്നിട്ട് നമുക്ക് വൈറ്റില ഹബ്ബിലായിരുന്നു. അവിടെ നിന്ന് മാറി ഞാൻ അതിന് ശേഷമുള്ള ഷൂട്ടാണ് ഇനി നടക്കുന്നത്. അതിന് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ചെല്ലേണ്ടത് എറണാകുളം ആവാനാണ് സാധ്യത. അപ്പോൾ ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കാണിച്ചു തരുന്നുണ്ടല്ലോ എവിടെയാണ് പോവേണ്ടതെന്നുള്ളതായി. അപ്പോൾ ഓക്കെ, ഞാൻ ബാക്കി എഡിറ്റിങ്ങിലോട്ട് കിടക്കട്ടെ. എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് വല്ലോ ചോറൊക്കെ കഴിച്ചിട്ട് ഇത്തിരി ഒന്ന് കിടന്ന് ഉറങ്ങണം. തുണിയൊന്നും കഴുകാനില്ല. അന്ന് ഞാൻ എല്ലാം വാരിയിട്ട് കഴുകിയല്ലോ. ഞാൻ സുലയും കൂടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയതുകൊണ്ട് ഇന്ന് തുണികളൊന്നും കഴുകാനില്ല. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. ഹായ് പാറു. പാറു എന്ത് കഴിക്കുന്നു? അപ്പോൾ ചോറ് റെഡി ആയി കേട്ടാ. ചോറും കണവക്കറിയും ബീട്രൂട്ട് തോരനും. ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങണം കേട്ടോ. നല്ല ഉറക്കം വരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തീർന്നില്ല. സമയം 2:30 മണിയായി. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തീർന്നുള്ള തമ്പനയിലൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ തീർന്നേ ഉള്ളൂ. ഓക്കെ, വാവ്, സുലേ സൂപ്പർ. ചപ്പറല്ല, സൂപ്പർ എന്ന് പറഞ്ഞപ്പോഴും ചപ്പറന്ന്. സൂപ്പർ. സുല കഴിച്ചു കേട്ടോ. സുലയും രുദ്രയൊക്കെ ചോറ് കഴിച്ച്. അപ്പോഴും ഞാൻ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങിട്ട് പോട്ടെ. പെട്ടെന്ന് മഴ തോന്നി നിന്നാ ഭാഗ്യം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇല്ലെന്നുണ്ടെങ്കിൽ മഴ നനഞ്ഞുകൊണ്ട് പോകേണ്ടി വരും കേട്ടോ. നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പോകാനായിട്ട് റെഡി ആയതാണ് കേട്ടോ. റെഡിയായി ഇറങ്ങി 6 മണിക്കാണ് ട്രെയിൻ. 5:30 ആയി കേട്ടോ. അപ്പോൾ അതാ കറക്റ്റ് ഞാൻ ഇറങ്ങുന്ന ടൈമായപ്പോൾ മഴ. എന്ത് പാടാണെന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങുന്ന ടൈമിൽ ഒരു മഴ പെയ്താൽ മൊത്തം നനഞ്ഞ് കുളമാവും. എൻ്റെ ഒരു പൊത്ത റെയിൻകോട്ടുണ്ട്, അത് ഇട്ടുകൊണ്ട് പോവാം. എന്തായാലും നോക്കട്ടെ. ഷൂവിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങും, അതാണ് വിഷയം. ട്രെയിനിൽ എത്ര നേരം ഇരിക്കുന്നില്ല, തണുപ്പായിരിക്കും. ഇനി അതിപ്പോൾ അതിട്ടുകൊണ്ട് ഇറങ്ങാൻ. ഇനി അപ്പോൾ ഞാൻ പൊത്ത റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുവാണ് കേട്ടോ. അവിടെ പോട്ടെ ഇട്ടിട്ട് ചിന്തേരിയ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ശരി. അപ്പോൾ ഞാൻ എപ്പോഴത്തെയും പോലെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കുറച്ച് സമയമുള്ളൂ കേട്ടോ. ഭാഗ്യത്തിന് വലിയ മഴയൊന്നും പെയ്തില്ല.
ട്രെയിൻ വരാറായി, കുറച്ച് ടൈമിൽ കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാണ് ഇവിടെ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ഇതിലെ കൂടെ ചാടാൻ പറ്റും. അപ്പോൾ ഞാൻ എറണാകുളത്ത് ഇറങ്ങി കേട്ടോ. എറണാകുളത്ത് ഇറങ്ങി ഇനി നേരെ മെട്രോയിലോട്ടാണ്. എല്ലാവർക്കും അറിയാം, നേരത്തെ പോലെ തന്നെ നേരെ മെട്രോയിൽ കയറുക. അവിടെ നേരെ വൈറ്റിലെന്ന് പിന്നെ കുറച്ച് നടക്കാനുള്ളൂ. കഴിഞ്ഞ ഓടി കണ്ടവർക്ക് അറിയാം, കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ. പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തിയപ്പോഴും മഴ ചാർന്നു കേട്ടോ. ഞാൻ എന്തായാലും കുട എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ കണക്ക് നനയേണ്ടി വരില്ല. കുട എടുത്തതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും മെട്രോ സ്റ്റേഷനായി, ഇവിടെ നേരെ എന്തായാലും ഇവിടെ നനയേണ്ടി വരില്ല. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുട എടുക്കാം. അപ്പോൾ മെട്രോയിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ എത്തപ്പോൾ എനിക്ക് ഒന്ന് 10 മണിയാവും. 10 മണി ഓക്കെ, 10-10:30 ആയപ്പോൾ ഞാൻ റൂമിലെത്തും. മറ്റൊരു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ രാവിലെ ആവും, നേരം എടുക്കും. ഇങ്ങനെ നോക്കാം. പോകുന്ന വഴിക്ക് തന്നെ അന്നത്തെ പോലെ ഫുഡും മേടിച്ചുകൊണ്ട് പോവാം. നൈസായിട്ട് സ്ഥലമൊന്നും മാറിപ്പോയി. ഞാൻ അപ്പുറത്തെ ഭാഗത്തോട്ട് പോയി, ഇതിലേ കൂടെയായിരുന്നു പോയിട്ട്. അപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി അന്നത്തെ പോലെ ആ വഴി കൂടെ പോവുകയാണ്. അപ്പോൾ ഇന്നിനിപ്പം മാപ്പ് നോക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ അതുവഴി പോയതാണല്ലോ. അതുകൊണ്ട് അതിലേ കൂടെ തന്നെ പോവാം. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വന്നപ്പോൾ ഇവിടെ നിന്നാണ് അതോ അങ്ങറ്റത്തു നിന്നാണ് ഞാൻ ഓടിയത്. ഈ ഗ്യാപ്പിൽ നിന്നാണ് മഴ പെയ്തത്. അതുകൊണ്ട് ഇവിടെ ഇരുട്ടായി, വെട്ടത്തോട്ടില്ലട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ കുടയുമായിട്ടാണ് വന്നത് കേട്ടോ. മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ പെടും. ഇപ്പം അങ്ങോട്ട് നടന്ന് പോകുന്ന വഴിക്ക് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പെടും. അതുകൊണ്ട് ഓക്കെ, അന്നത്തെ പോലെ തന്നെ അൽഫാം മേടിച്ചുകൊണ്ട് പോവാം. അതേ സ്ഥലത്ത് നിന്ന് നല്ല കിടിലൻ സാധനമായിരുന്നു കേട്ടോ. അവിടെ തന്നെ മേടിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, അവിടെ നിന്ന് പാഴ്സൽ മേടിച്ചിട്ട് റൂമിനടുത്തേക്ക് നടക്കുവാണ്. അന്നത്തെ കണക്ക് കഴിഞ്ഞ വീഡിയോയിലെ പോലെ വഴിയറിയാതെ മാപ്പ് നോക്കി നടക്കേണ്ടി വന്നില്ലല്ലോ. സെയിം സ്ഥലമായതുകൊണ്ട് നേരെ കഴിഞ്ഞ് പോന്നു, പെട്ടെന്ന് ചെന്നു. പിന്നെ മഴ ചെറിയ ചാറ്റലുണ്ടായിരുന്നു. വന്ന ചാറ്റലങ്ങ് പോയി. എനിക്ക് മഴയത്ത് ഇങ്ങനെ കുടയും പിടിച്ചിങ്ങനെ വരായിരുന്നു. എന്തായാലും എത്തി. ഇനി ഒരു കുറച്ച് ദൂരം കൂടെ ഉള്ളു, റൂമെത്തി. വിശക്കണു റൂമിൽ ചെന്നിട്ട് ഇരുട്ടായാലേ റൂമിൽ ചെന്നിട്ട് സുലയെ വിളിക്കണം. നമ്മുടെ പാറു ഉറങ്ങി, പാറുവിനെ വിളിക്കണം, പാറുവിനെ കാണണം. ഗോൾഡ് ജിം അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഗോൾഡ് ജിം.
വർക്കൗട്ട് ചെയ്യാനും സമയമില്ല. നമ്മൾ റൂമിലിരുന്ന് വർക്കൗട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ റോപ്പും പുഷപ്പ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉള്ള കസർത്തുകൾ മതി. നമ്മൾ ഗോൾസ് ജിമ്മിലൊന്നും പോയി വർക്കൗട്ട് ചെയ്യാറായിട്ടില്ല. ഓക്കേ, ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെയാണ് ഹോട്ടൽ ആർട്ടിക് അങ്ങനെ എന്തോ. പോയി ചെക്കിൻ ചെയ്യട്ടെ. സ്റ്റാൻഡ് അപ്പോൾ ഓക്കെ, ഇവിടുത്തെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് എൻ്റെ റൂം നമ്പർ 107. ഇത് വന്ന് കയറപ്പോൾ തന്നെ 108 ആണ്. 107 കാണാം. ഇവിടെ പഞ്ച് ചെയ്താണ് കയറുന്നത് കേട്ടോ. ഓക്കെ, ഇട്ടാണല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു റൂം ടൂറിലേക്ക്. സംഭവം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റൂം ടൂർ. കഴിഞ്ഞവർക്ക് സെയിമാണ്, അതേ സെയിം റൂമാണ്. നമ്മൾ വേറെ സ്ഥലത്താണെന്നേ ഉള്ളൂ, വേറെ റൂം നമ്പറാണെന്നേ ഉള്ളൂ, റൂമൊക്കെ സെയിമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റൂം ടൂറാണിത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ വന്ന് കയറുമ്പോൾ തന്നെ അതിവിശാലമായ ഡബിൾ ബെഡ്. ഇവിടെ തന്നെ ഒരു മേശയുണ്ട്. ഇതെൻ്റെ ബാഗാണ് കേട്ടോ. ഇതാ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ്, ഒരു കസേര, കുപ്പിയുണ്ട്. എന്താ ഗ്ലാസ് ആണല്ലേ, രണ്ട് ഗ്ലാസ് ഉണ്ട് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട്, ഒരു കുപ്പി വെള്ളം. ഓക്കെ, ഉണ്ട് ഒരു ഷെൽഫ്, ഒരു TV, കോളിംഗ് ബെല്ല്. ഓക്കെ, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സംഭവമില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടോയ്ലറ്റിലേക്ക് കിടക്കുകയാണ്. ഇത് അപ്പുറത്തെ ടോയ്ലറ്റിനെ കാട്ടി വലുതാണല്ലോ. ഓക്കെ, 2 ടവല്, ഒരു ഗ്ലാസ്, ഒരു വാഷ് ബേസിൻ, കപ്പ്, ബക്കറ്റ്. ഓക്കെ, ക്ലോസറ്റ്. അതാ ഞാൻ പറഞ്ഞില്ല, ഈ ഗ്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സെറ്റ്. ഞാൻ വിറപ്പിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. എന്താണ് അടുത്തതെന്ന് പറഞ്ഞാൽ, വീട്ടിലേക്ക് വിളിക്കണം, സുലയെ വിളിക്കണം, കുഞ്ഞിനെ കാണണം, രുദ്രയെ കാണണം, വിളിച്ച് സംസാരിച്ചിട്ട് ഫുഡ് കഴിക്കണം. നല്ല വിശപ്പായിട്ടാ, ഫുഡ് കഴിക്കണം. നമ്മുടെ സാഗർ മാസ്റ്റർ വരുമ്പം രാത്രിയാവും. ഒന്നുകിൽ രാത്രിയാവും, ഇല്ലെങ്കിൽ അന്നത്തെ പോലെ വെളുപ്പിന് 5 മണിയാവും. അപ്പോൾ ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് മേടിച്ച അൽഫാം ഇതാണ്. പെരി അൽഫാമാണ് കേട്ടോ. ഇന്ന് ഞാൻ മേടിച്ചത്. എൻ്റെ കൂടെ 2 പൊറോട്ട, സാലഡ്, മൈനീസ്. അതിൽ ഒരു പീസ് എടുത്ത്, ഒരു പീസ് പൊറോട്ട എടുത്ത്, മൈനീസിലും ചട്നിയിലും മുക്കി ഇങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് അതൊന്നും ഇങ്ങനെ. ഓക്കെ, ഇത് കഴിച്ചു തരട്ടെ. മണി 11 കഴിച്ചു തന്നിട്ട് കിടന്നുറങ്ങട്ടെ. ഓക്കെ, അയ്യോ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ദ്രാവതി വേണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ കേട്ടോ. ഇനി നല്ല എനിക്ക് വയറ് പോയി. അപ്പോൾ ഞാനിവിടെ വീഡിയോ എൻഡ് ചെയ്യണേ. നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. അതുവരെ ടാറ്റാ.